ഹലോ എവരിവൺ, ഞാൻ ഡോർലാൻഡിൽ നിന്ന് നിഖിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഡോർലാൻഡിൽ ഒരുപാട് വിൻഡോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വിൻഡോസിൽ തന്നെ ഏറ്റവും മേജറായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിൻഡോ ആണ് സ്റ്റീൽ വിൻഡോ. ഈ സ്റ്റീൽ വിൻഡോയുടെ മാനുഫാക്ചറിങ്, അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിത് ഫസ്റ്റ് വരുന്നത് ടാറ്റയുടെ 120 GSM വരുന്ന ഗാൽവാനോ എന്ന് പറഞ്ഞ ഷീറ്റാണ് വരുന്നത്. അത് 16 ഗേജിലുള്ളതുണ്ട്, 18 ഗേജിലുണ്ട്. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ഷീറ്റ് സെലക്ട് ചെയ്യുന്നത്. ആ വരുന്ന ഷീറ്റ് കസ്റ്റമറുടെ പ്ലാൻ, മീൻസ് ആ വിൻഡോയുടെ ഡിസൈൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്ത് ആ ഡ്രോയിങ് ലേസർ കട്ടിങ് മെഷീനിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസൈൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും മെഷീനിൽ. അതിനനുസരിച്ചിട്ട് നമുക്ക് ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഹോൾസും കാര്യങ്ങളും കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഷീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഈ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസ് അതൊരു റെക്റ്റാങ്കിൾ പീസ് ആയിരിക്കും. അതിൽ ഹോൾസ് ഉണ്ടായിരിക്കും. ഈ ഗ്രില്ലിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഹോൾസ് ഉണ്ടായിരിക്കും. ആ പീസ്, ആ റെക്റ്റാങ്കിൾ പീസ് ദെൻ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ബെൻഡിങ് മെഷീനിലാണ്. ആ ബെൻഡിങ് മെഷീനിൽ ഈ റെക്റ്റാങ്കിൾ ഈ ഷീറ്റ് ബെൻഡ് ചെയ്ത് ഇതൊരു പ്രൊഫൈൽ രൂപത്തിലായിരിക്കും ആ ഷീറ്റ് ബെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഈ പ്രൊഫൈൽസ് ആണ് ഈ വിൻഡോൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പ്രൊഫൈൽസ് ദെൻ നെക്സ്റ്റ് പോകുന്നത് ഫാബ്രിക്കേഷൻ ഏരിയയിലോട്ടാണ്. ആ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോർണറുകൾ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചു ബാക്കിയുള്ള പോർഷൻസിൽ വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വെൽഡിങ് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആർക്ക് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെഷീൻസ് മുതൽ വലിയ മെഷീൻസിൽ വരെ ആർക്ക് വെൽഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസ് ഡോർലാൻഡിൽ നമ്മൾ ചെയ്യുന്നത് അത് മിഗ് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. മിഗ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഗാൽവനൈസേഷൻ പോകുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഷീറ്റിലെ. അതുപോലെ തന്നെ അതിലെ ഡെപ്പോസിറ്റ് വരുന്നത് ഒരു കോപ്പർ കോയിലിൽ നിന്നുള്ള ഡെപ്പോസിറ്റാണ് വരുന്നുണ്ടായിരിക്കാം. അതായത് ഈ പ്രൊഫൈൽ ജോയിൻ ചെയ്യുന്നത്, മെറ്റൽ പാർട്സ് ജോയിൻ ചെയ്യുന്നത് ഒരു കോപ്പർ പാർട്ട് ഉപയോഗിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആർക്ക് വെൽഡിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫാബ്രിക്കേഷൻ പറഞ്ഞു, വെൽഡിങ് പറഞ്ഞു. വെൽഡിങ്ങിന് ശേഷം നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്യും. റഫ് ഗ്രൈൻഡിങ് ആണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. വെൽഡ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഷേപ്പിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ടച്ചപ്പ് പോലത്തെ പരിപാടികളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ലൈക്ക് ഇതിൽ ആക്സസറീസ് ആഡ് ചെയ്യണം. അതായത് ഹിഞ്ചസ് വരുന്നുണ്ട്, ദെൻ കുറ്റിയും കൊളുത്തിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യലാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ മേജറായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഈ പ്രൊഫൈൽ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഹോൾസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഹോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഹോൾസ് എന്ന് പറയുന്നത് സ്ക്വയർ ട്യൂബിന് വേണ്ടിയുള്ള ഹോൾസ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ ട്യൂബ് ആഡ് ചെയ്യുന്നതാണ് ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ. ഇതിലിപ്പോൾ നമ്മൾ ഇനി ഗ്രില്ല് ആഡ് ചെയ്യും. ഗ്രില്ലോടെ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ട്യൂബാണ്, 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ വെൽഡിങ് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഐറ്റം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വെൽഡ് ചെയ്ത ഭാഗത്ത് ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ അവിടെ ഒന്നും കൂടെ സ്റ്റീൽ പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ ടൈമിലും ഗ്രൈൻഡിങ്ങിൻ്റെ ടൈമിലും മിസ്സായിരിക്കുന്ന ഗാൽവനൈസേഷൻ അല്ലെങ്കിൽ ആ കോട്ടിങ്, സിങ്ക് കോട്ടിങ് എന്ന് പറയുന്നത്, അതാണ് ഇപ്പോഴും റസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ജയിലുള്ള ഒരേ ഒരു ചാൻസ്. അതും കൂടെ ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്റ്റീൽ പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്ന ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ പോർഷൻസിലും നമ്മൾ സ്റ്റീൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഈ സ്റ്റീൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പേപ്പർ ഉപയോഗിച്ചും നമ്മൾ ബഫിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബഫ് ചെയ്ത് കഴിഞ്ഞ് അവിടെയും സ്മൂത്തൻ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പാളിയാണ് ചെയ്യാനുള്ളത്. പാളി എന്ന് പറയുന്നത് ഗാഡി പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഗാഡി പൈപ്പ് നമുക്ക് പല സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 2.25 എന്നുള്ള ഗാഡി പൈപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഗാഡി പൈപ്പ് എന്ന് പറയുന്നത് പാളി, ഇപ്പോൾ മരത്തിൻ്റെ ഒക്കെ വിൻഡോ ചെയ്യുമ്പോൾ നമ്മൾ പാളി എന്ന് പറയും, ഷട്ടർ എന്നൊക്കെ പറയും. ഇതാണ് ഞാൻ ഈ ഉദ്ദേശിച്ച പാളി എന്ന് പറയുന്നത്. ഈ വിൻഡോ ഷട്ടറാണ് നമ്മളിനി സ്ട്രക്ചറിലോട്ട് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് വിൻഡോ ആയിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ട്യൂബാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഗ്രിൽ ടൈപ്പ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കമ്പിയും പട്ടിയും ഉണ്ടായിരിക്കും, റോഡും ഫ്ലാറ്റ് എന്ന് പറയുന്നത്. പിന്നെ SS-ലുള്ള സ്ക്വയർ ട്യൂബുകളുണ്ട്, SS-ൽ റൗണ്ട് ട്യൂബും അവൈലബിൾ ആണ്, റോഡുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ടൈപ്പ് ഗ്രില്ല് ആണ് കസ്റ്റമർക്ക് ആവശ്യം എന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് സ്പ്രേ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്, അപ്പോക്സിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോക്സി സ്പ്രേ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഉണക്കാനായിട്ട് വെക്കുന്നുണ്ടായിരിക്കും. ദെൻ ഇത് ഡ്രൈ ആയതിനു ശേഷമായിരിക്കും നമ്മളിനി റാപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു സൈഡിലോട്ട് വിടുന്നതിന് മുമ്പ് ഇതൊരു QC ചെയ്യുന്നുണ്ടായിരിക്കും. ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ റാപ്പ് ചെയ്യുക. ആ റാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മളിത് ലോഡ് ചെയ്ത് സൈഡിലോട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജനറലായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിൻഡോ ആണ് നമ്മൾ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ കസ്റ്റമൈസേഷൻ ചെയ്ത് നമുക്ക് ഗ്രില്ലാണെങ്കിലും സൈസ് ആണെങ്കിലും ഫ്രെയിം സൈസ് ആണെങ്കിലും
ഗേജുകളാണെങ്കിലും ഏത് രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടും ഡോർ ലാൻഡിൽ നമുക്ക് സ്റ്റീൽ വിൻഡോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും.